ഇത് 2023 വണ്ടി. 2022 ലാസ്റ്റ് 23 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2019. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 38. ആ, ഇത് 2017 എർട്ടിക ഡീസലാണേ. ഡീസലാണ്. റയർ പീസാണ്, ലോ കിലോമീറ്റർ ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21/11 മാസം വണ്ടിയാണ്. 22 രജിസ്ട്രേഷനാണ് വണ്ടി. ZXi ആണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. പിന്നെ സ്കഡിങ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഇത് 2020 എർട്ടിക VXi വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. 11 മാസം വണ്ടിയാണ് കേട്ടോ. 2012 സണ്ണിക്കുട്ടൻ സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓടി? സെക്കൻഡ് ഓണർ. ഇത് 72,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിലമേൽ കറക്റ്റ് എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ നമ്മൾ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിലമേൽ യൂസ്ഡ് കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ വണ്ടികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് എന്നുള്ളതാണ് ഇവിടുത്തെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഒരുപാട് പുതിയ വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ തന്നെ കിലോമീറ്റേഴ്സ് വളരെ കുറച്ച് ഓടിയതായിരിക്കാം, അല്ലെങ്കിൽ സീറ്റ് കവർ പൊട്ടിക്കാത്ത വണ്ടികളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികളാണ് സ്ഥിരം ഞാനിവിടെ വരുമ്പോൾ കാണാറുള്ളത്. ഇത്തവണത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നോക്കിയിട്ടില്ല, അതുകൊണ്ട് അതറിയത്തില്ല. പക്ഷേ സ്ഥിരം വരുന്ന വണ്ടികളെല്ലാം അങ്ങനത്തെ വണ്ടികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലെന്ന് നമുക്കൊരു വിശ്വാസത്തോടു കൂടി വന്ന് എടുക്കാൻ പറ്റുന്ന വണ്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്ന് എടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ബാ. ഇത് 2022 8 മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 20,000 കിലോമീറ്റർ. ZXi ആണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ആ, റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻ്റ് ഇല്ല. എല്ലാം കമ്പനി സർവീസ്, കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 6,15 രൂപയാണ് ചോദിക്കുന്നത്. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്ത് കൊടുക്കും. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. സ്റ്റെപ്പിനെയൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇത്രയും വർഷമായിട്ട് എടുത്തിട്ടില്ലേ? ഇല്ല. ഇത്രയും വർഷം എന്ന് പറയാൻ 22 അല്ലേടാ. 2022. ഓക്കെ. എല്ലാ ടയറും നല്ല ടയറാണല്ലേ? ഫസ്റ്റ് ടയർ 20 കിലോമീറ്ററല്ലേ ഓടിയിട്ടുള്ളൂ. ഇത് 2018 VDI ആണ്. സിംഗിൾ ഓണറാണ്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 10, 24, 25 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡിസയർ ജെനുവിൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ അല്ലേ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കകമുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിയാണ് കാണാൻ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നുമില്ല. മാനുവലാണ് വണ്ടി. ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 6,15. എല്ലാം ആ ഒരു റേഞ്ച് ആവും അല്ലേ? എത്ര ഉണ്ടെങ്കിൽ ഇറക്കാം ഈ വണ്ടിയൊക്കെ? ഇത് ഡൗൺ പേയ്മെൻറ്റ് ഒരു 50 രൂപ ഉണ്ടെങ്കിൽ, നമുക്ക് ഇറക്കാൻ പറ്റും. ഇത് 2023 വണ്ടി. 2022 ലാസ്റ്റ് 23 സിംഗിൾ ഓണർ വണ്ടിയാണ്. 20 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 20 ഓടി. ZXi അലൈസാണ്. എല്ലാം ടോപ്പ് വണ്ടി. ടോപ്പ് വേരിയൻ്റ് ആണ്. ZXi പ്ലസും കൂടെ ഉണ്ട്. ഇതിന് ശേഷമുള്ളൊരു ZXi പ്ലസും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ടോപ്പിന് തൊട്ട് ടോപ്പ് തന്നെ. ഈ ടോപ്പ് ഇത് തമ്മിൽ എന്തുമായിരിക്കും അപ്പോൾ വ്യത്യാസമുള്ള? അതിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യം? ഇതിനകത്ത് തന്നെ ഏകദേശം പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യവും എല്ലാം വരുന്നു. എർട്ടിഗയുടെ ഒരു കളിയാണ് നമ്മളിപ്പോൾ. എർട്ടിഗ തോന്നി കിടപ്പുണ്ടോ? എത്ര ചോദിക്കുന്നത്? എത്രയാ ഇത് നമ്മൾ ചോദിക്കുന്നത്? 11,400. ഇത് ഇറങ്ങിയപ്പോൾ എന്തുണ്ട് വില? 14 രൂപ മേളിലുണ്ട് വില. ആ റേഞ്ച് ഉണ്ട്. 13,88 ഉണ്ട് അന്നത്തെ വില. പിന്നെ നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ 50 രൂപ ഇറക്കാൻ പറ്റുമോ? പിന്നെന്ത്. അടുത്ത ഇത് 2021 11 മാസം വണ്ടിയാണ്. 22 രജിസ്ട്രേഷനാണ് വണ്ടി. ZXi ആണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. പിന്നെ സ്കഡിങ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ 4 സൈഡും ചെയ്തിട്ടുണ്ട്. സ്കഡെല്ലാം ചെയ്തിട്ടുള്ളതാണ്.
കിലോമീറ്റർ ഒക്കെ എന്തോ ഓടി? ഇത് 23 ഓടി. 23,000 സിംഗിൾ ഓണർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. മാനുവലാണ്. മൈലേജ് എന്താ കിട്ടും വണ്ടിക്ക്? ഇത് മൈലേജ് പറയുമ്പോൾ 20 കിട്ടും. ഡീസലാണോ ഇത്? പെട്രോള്. ഇത് ഹൈബ്രിഡ് അല്ലേ? ഹൈബ്രിഡാണ്. ടയറൊക്കെ 7 സീറ്റർ ഇത്തിരി കൂടുതലുണ്ട്. ഒരുപാട് പേര് നമുക്ക് എൻക്വയറി ഒക്കെ ഉള്ളതാണ്. ഒരുപാട് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. 2 വണ്ടി വേറെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 11 രൂപ. ഇതെല്ലാം ഇത്രയും ഫിറ്റിങ്സ് ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. പിന്നെ 20 കിലോമീറ്റർ ഓടിയിട്ടുള്ളല്ലോ. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണ്. എല്ലാം ജെന്യൂൻ. നമ്മൾ അങ്ങനെ അല്ലേ, പക്കയല്ലേ നമ്മള്. ചോദ്യം എല്ലാം പക്കയായിട്ട് ചോദിക്കണം. ഒരു കണക്ക് നമ്മൾ മറ്റ് റിഡക്ഷൻ കൊടുക്കരുത്. അതെ. നമ്മളെ കസ്റ്റമർ ആരും ഇന്ന് വരെ വന്നിട്ടുള്ളതെല്ലാം അങ്ങനല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളതും. ഇത് വാഗണർ 2019 വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ടയറാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇക്കടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ എങ്ങനെയാണ് നിങ്ങൾ? അതൊക്കെ നമ്മൾ ഒപ്പിച്ചോണ്ട് വരൂലേ. അത്രയും നമ്മൾ പോയി എടുക്കുന്നില്ല. അത് സൂക്ഷ്മമായ രീതിയിലല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആകെ ഇവിടെ കിലോമീറ്റർ കുറെ ഓടിയതായിട്ട് വരുന്നത് എക്സ്ചേഞ്ച് വരുന്നത് അല്ലേ? എക്സ്ചേഞ്ച് വരുന്നത് ഇച്ചിരി കൂടുതൽ ഓട്ടം ഉള്ളത് ഇവിടെ എക്സ്ചേഞ്ച് വരുന്നത്. അത് നമ്മൾ എടുക്കാതിരിക്കാമല്ലോ. അങ്ങനെ ചിലപ്പോൾ 1, 2, 3, 4 വണ്ടി കിടക്കുന്നെങ്കിലും അത് ചിലപ്പോൾ കച്ചവടക്കാർക്ക് തന്നെ കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഫസ്റ്റ് ടയറൊക്കെ എടുത്തിട്ട് എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 5 ലക്ഷം രൂപ വരും. 5 റൗണ്ട്. ഇത് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ഇത് 2 എണ്ണം. ഇത് 2009 അൾട്ടോ, അത് 2010, 11 സ്വിഫ്റ്റ്. നല്ല വണ്ടിയാണ്, അത്യാവശ്യം യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അത് കിലോമീറ്ററൊക്കെ 79, 90 നമുക്ക് ഉറപ്പിച്ച് ചെറിയ പാർട്ടിക്കൊക്കെ നമുക്ക് കൊടുക്കാം. ഒരു കച്ചവടത്തിന് എടുക്കുന്ന കൊള്ളാവുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 1,10. 1,10. ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ? ഇത് പുതിയ പേപ്പറാണ്. 5 വർഷത്തേക്ക് കൂടി 2028 പേപ്പറുണ്ട്. അടുത്ത സ്വിഫ്റ്റ്. ഇത് സ്വിഫ്റ്റ് 2010 ലാസ്റ്റ് 11 PDA വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ്. കൂളിംഗ് ഫിലിമും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പറഞ്ഞ രീതി ഒട്ടിച്ചാണോ? അത് അത്രേ ഉള്ളൂ. പിന്നെ ഇത് 2016. അല്ല, ഇത് എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 2,30 കൊടുക്കാം നമുക്ക്. 2,30. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടയർ മാത്രമേ ഉള്ളൂ ഇച്ചിരി മോശം. ബാക്കി 3 ടയർ പുതിയ ടയറാണ്. ഇത് 2016 സെക്കൻഡ് ഓണർ LXi വാഗണർ, 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 3.5. ടയറെല്ലാം ബാക്ക് ടയറും ഫ്രണ്ട് ടയറും എല്ലാം മാറിയതാണ്. വണ്ടി കാണാൻ കൊള്ളാം, അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെ കിടക്കുക. ഇത് 2019. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 38. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഡീസലോ പെട്രോളോ? ഇത് ഡീസലാകുമ്പോൾ മൈലേജ് ഒക്കെ എങ്ങനെയാണ്? ഇത് മൈലേജ് വരുമ്പോഴത്തേക്ക് 18-20 റേഞ്ച് വരും. ഡീസലല്ലേ? ഡീസൽ. ഓക്കെ. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ പ്രത്യേകം ചെയ്തിട്ടില്ല. നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഓടി വന്നതേ ഉള്ളൂ, കഴുകാൻ കൊടുത്തില്ല. നല്ല അലോയ് വീൽസും കാര്യങ്ങളും കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 8,4. 8,4. നെഗോഷ്യബിൾ ആണ്. ചോദിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അത്രയും മേടിക്കത്തില്ല, ചിലപ്പോൾ ഇച്ചിരി കൂടെ ഒക്കെ കുറയ്ക്കും. അത് 17. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് ഏകദേശം ഒരാൾക്ക് ഇങ്ങനെ സെറ്റായി നിൽക്കുന്ന വണ്ടിയാണ്. ലോണും പരിപാടിയൊക്കെ ലോണിൻ്റെ ഇതായിട്ട് നിൽക്കുവാണ്, ചിലപ്പോൾ അങ്ങ് സെറ്റാവും. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 6 ലക്ഷം. 4 ലക്ഷം. എന്ത് ഓടിയിട്ടുണ്ട് ഇത്? ഇത് 1 ലക്ഷം. 1 ലക്ഷം ആയില്ല. കഴിഞ്ഞോ? ഇല്ലല്ല, കഴിഞ്ഞിട്ടില്ല. ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ഇതിപ്പോൾ ആ പുള്ളിക്ക് പോയില്ലെങ്കിൽ എത്ര രൂപ കൊടുത്താൽ എടുക്കാം? നമുക്ക് നെഗോഷ്യബിൾ ആണ്. 5.25 രൂപ നമുക്ക് കിട്ടിയാൽ കൊടുക്കാൻ പറ്റും. ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. അല്ല, അങ്ങനല്ല. T8 ആദ്യം എത്ര രൂപ കൊടുത്താൽ ഇറക്കാൻ പറ്റും? ഇതൊരു 75 രൂപ, 1 ലക്ഷം. അടുത്ത എർട്ടിക 2016 വണ്ടി,
48 കിലോമീറ്റർ. ZX പ്ലസ് ടോപ്പാണ്, ഏറ്റവും ടോപ്പ് വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ടയേഴ്സ് 2 ടയർ പുതിയത് ഇട്ട് കൊടുക്കും കേട്ടോ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് വരുമ്പോഴേ 48,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ, ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. വണ്ടിക്കാകെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. ഈ ടയർ, ഈ സൈഡിലെ ഈ ടയർ ആ ടയർ മാറണം അല്ലേ? 2 ടയർ പുതിയ ഇട്ട് കൊടുക്കും. ആ ടയർ കുഴപ്പമില്ല. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പിന്നെ ഇത് 2020-21 സ്വിഫ്റ്റാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്ത് ഓടി? ഇത് 1 ലക്ഷം ഓടി. 1 ലക്ഷം. 1 ലക്ഷം തയ്ച്ച്. ഒറ്റ ഓണറാണ്. പെട്രോൾ അല്ലേ? പെട്രോളാണ്. വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും? റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ് അല്ല, ഒന്നുമില്ല. അല്ല, 1 ലക്ഷം ഓടിയില്ലേ? അല്ല, ഇത് ഒരു കമ്പനി ഓട്ടോ ആയിരുന്നു. ഈ ടയേഴ്സൊക്കെ ഒരു ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഡുവൽ ടോൺ ആണോ വണ്ടി? വണ്ടി ഓൾറെഡി ഡുവൽ ടോൺ ആണോ? ബ്ലാക്ക് റെഡ്? അല്ലല്ല, അത് ചെയ്തതാ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 5.25. 5.25. ഇത് ഒരു 50,000 രൂപ കൊണ്ട് ഇറക്കാം. അതെ, 2 വർഷം വാറണ്ടി ഒക്കെ കൊടുക്കും നമ്മൾ ഈ വണ്ടിക്ക്. ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടിക്കും ഉണ്ടോ? ഉണ്ട്. ഏത് വർഷം തൊട്ടുള്ള വണ്ടിക്കാ? എല്ലാ വണ്ടിക്കും കൊടുക്കും. നമ്മൾ എടുക്കുന്ന വണ്ടിക്കെല്ലാം നമ്മൾ വാറണ്ടി കൊടുക്കും. അത് തന്നെ. ഇപ്പൊ നമ്മൾ വെളിയിൽ കാണിച്ച അതൊന്നും കൊടുക്കൂല. അതൊന്നും കൊടുക്കാക്കൂല. അതായത് ഇവിടുന്ന് നേരിട്ടങ്ങ് പോകുന്ന വണ്ടികൾക്ക് അല്ലാതെ എക്സ്ചേഞ്ച് വണ്ടി ഇല്ല. എക്സ്ചേഞ്ച് എന്ന് പറയാൻ അതൊക്കെ 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞല്ലേ. പിന്നെ ഇത് കമ്പനി സർവീസ് ആയതുകൊണ്ട് അത് പറഞ്ഞ 2 വർഷം വാറണ്ടി കൊടുക്കാം നമ്മൾ. കൊടുക്കാം. ഇത് 2016 VDI ബ്രീസ. എന്ത് ഓടിയിട്ടുണ്ട്? സെക്കൻഡ് ഓണർ. ഓട്ടോ എത്ര? ഇത് വരുമ്പോഴത്തേക്ക് 65 കിലോമീറ്റർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. വേരിൻ്റെ ഏതാ? ഇത് 2016 VDI. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല അലൈ വീൽസ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഓട്ടോ ഒക്കെ ജെനുവിൻ ആണേ? ജെനുവിൻ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 6.25 രൂപ. 6.25 ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. ഇത് 2023 6-ാം മാസം വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. 23 വണ്ടിയില്ലടാ മോനെ. ഈ കിലോമീറ്റർ ഒന്ന് നോക്കിയാണ് എത്രയാണെന്ന്. 4,994 അല്ലേ? ഓട്ടോ ഒക്കെ ജെനുവിനാണ്. ഓട്ടോ പവറിൻ്റെ ആണ്. വണ്ടിക്ക് മൊത്തത്തിൽ കാണാം ഫ്രഷ് പുത്തൻ വണ്ടി പറഞ്ഞാൽ ആകെ 4,000 കിലോമീറ്റർ എന്ന് പറയുമ്പം പുത്തൻ വണ്ടി തന്നെ ആണല്ലോ. ഓക്കെ, വണ്ടി ആകെ വെക്കാൻ നല്ല നീറ്റാണ്. റീപ്ലേസ് എത്ര ചോദിക്കുന്നത്? എത്ര? 8 ലക്ഷം രൂപ. ഇത് ഇറങ്ങിയ സമയത്ത് എന്തുകൊണ്ട് വില? ഇറങ്ങിയ സമയത്ത് ഇത് വരുമ്പോൾ 10.88 കമ്പനി വില ഉണ്ട്. അത്രയുണ്ട്. 10 രൂപ 10 രൂപ കിട്ടും. നല്ല ടയേഴ്സാണ്. 4,000 കിലോമീറ്റർ മാത്രം ഓടിയ ആദ്യ ടയറാണ്. സ്റ്റെപ്പിനിയൊന്നും എടുത്തിട്ടില്ല. സ്റ്റെപ്പിനി അത് 4,000 അല്ലേ ആയുള്ളൂ. അതെന്തായാലും എടുക്കൂലല്ലോ. ഓക്കെ, വണ്ടി ഓവറോൾ അടിപൊളിയാണ്. ഇത് ഫുൾ ലോൺ കയറുന്ന വണ്ടി വല്ലതാണോ? ഫുൾ ലോൺ 50 രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. റീടച്ച് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. 18 ബ്രീസ, സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓടി? അലൈസ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ ചെയ്തേക്കുന്നതാണ്. VDI. എത്ര ഓടിയേ? 40,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഇത് വരുന്ന ടച്ച് ആണോ അതോ? അല്ല, രണ്ടാമത് ചെയ്തേക്കുന്നത്. കാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 8 ലക്ഷം രൂപ. 8. ഈ രണ്ടിനും ഒരേ പ്രൈസാണോ? പറയത്തൊക്കെ പോറലോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അലൈ വീൽസ് കാര്യങ്ങളൊക്കെയാണ്. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് ബാലൻസ് കിടപ്പുണ്ട്. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം അല്ലേ? ഇറക്കാം. ഇത് 2022. എന്തോ ഓടി? ഇത് 15,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ. അലൈ വീൽസ് കാര്യങ്ങളല്ല, വീൽ കപ്പാണ്. ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ആണേ. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് അല്ലല്ലോ? അല്ല, ആൻഡ്രോയിഡ് അല്ല, ഇത് കമ്പനി വരുന്നത്. നോർമലാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. മാനുവലാണ് വണ്ടി. നല്ല സീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് കാണാനും ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂ കളർ
എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 7.5 7.5 ലക്ഷം ചോദിക്കുന്നത്. ഇപ്പോൾ പുതിയ വണ്ടിയുടെയൊക്കെ വില ഏകദേശമൊക്കെ പിടിക്കുന്നുണ്ടല്ലേ? ആ പിന്നെ 15,000 ഓടിയിട്ടുള്ളത്. ഇത് 2017 എർട്ടിക ഡീസലാണേ. ഡീസലാണ്. റയർ പീസാണ്, ലോ കിലോമീറ്റർ ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2017 അല്ലേ? ആ, കിലോമീറ്റർ ജെനുവിനാണോ? 35,000. അല്ല, അത് ജെനുവിനാണോ? ജെനുവൻ ലെതർ സീറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ പ്രത്യേകം ചെയ്തെടുത്ത് ബക്കറ്റ് സീറ്റൊക്കെ ചെയ്ത് കണക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകത്ത് കയറുമ്പോഴേ അത് നല്ലൊരു ഫീലുണ്ട്. എത്ര ചോദിക്കുന്നത്? എത്രയാ ഇത് വരുമ്പോഴത്തേക്ക് 8 രൂപ. 8 രൂപ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ഓവറോൾ കാണാൻ അടിപൊളി. അടിപൊളി വണ്ടി, കിടിലൻ വണ്ടി. സീറ്റ് കവർ ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് കൂടിയാണ്. സീറ്റ് കവറല്ല, സീറ്റ് ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് കൂടി സൂപ്പർ ലെതറിട്ടാ ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ചോദ്യം എത്രയായിരുന്നു? ഇത് വരുമ്പോഴത്തേക്ക് 8 ലക്ഷം രൂപ. 8 ലക്ഷം. ഇത് ഏകദേശം എത്ര രൂപ ഇറക്കാം? 1 ലക്ഷമൊക്കെ വേണോ? 1 ലക്ഷമൊക്കെ വേണ്ടി വരുമോ? 1 ലക്ഷം രൂപ ഇറക്കാം. 1 ലക്ഷം രൂപ അല്ലേ? ഡീസലാണ്, നല്ല മൈലേജ് ആണ്. എത്ര കിട്ടും? 10-22 മൈലേജ് കിട്ടും. അത്രയും കിട്ടും. ഇത് 2018 വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് വരുമ്പോഴത്തേക്ക് 38,000 കിലോമീറ്റർ. 38. സെക്കൻഡ് ഓണറാണ്. പക്ഷെ വണ്ടി കിടിലൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണറായി എന്നുള്ളതാണ്. വണ്ടി എല്ലാം കിലോമീറ്റർ കണ്ടില്ലേ നമുക്കുള്ള? അതാ പറഞ്ഞത്, സെക്കൻഡ് ഓണറായി പോയി എന്നുള്ളതാണ്. ഇതേ ഉള്ളൂ. പേര് വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മളെ സ്റ്റാഫിന്റെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ആയതാ, അല്ലെങ്കിൽ ഫസ്റ്റ് ആണ്? അല്ലെങ്കിൽ ഫസ്റ്റ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നുമില്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 7,75,000. ഇത് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വില? ഇത് ഇറങ്ങിയപ്പോഴത്തേക്ക് 10 ലക്ഷം രൂപ മേളിൽ വരില്ലേ? 10-12 ലക്ഷം രൂപ അല്ലേ? അത്രയും വരുമോ? പിന്നെ 10-12 ലക്ഷം രൂപ. ഒരു മൈലേജ് ഒക്കെ പറയാൻ പറഞ്ഞാൽ എന്ത് കാണും? മൈലേജ് ഒക്കെ പറയാൻ പറഞ്ഞാൽ ഇത് 25 മൈലേജ് കിട്ടും. പെട്രോൾ അല്ലേ? ഡീസൽ. ഇത് 2021 9-ാം മാസം വണ്ടി കേട്ടോ. 9-ാം മാസം. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. കിലോമീറ്റർ 35,000. ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ ആണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടിക്കകമൊക്കെ കാണാനുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദ്യം? എത്രയാ? ഇത് വരുമ്പോൾ 7 ലക്ഷം രൂപ. 7. ഇത് 2017 വണ്ടി, ബലേനോ ഡെൽറ്റ, സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടി. 45. ജെന്യൂൻ കിലോമീറ്റർ ആണ്. അതെ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ്മെൻറ്റ്സ് വല്ലതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 6 ലക്ഷം രൂപ ചോദിക്കുന്നത്. 6. ലാസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. ചെറിയ തോതിലാണ്. കസ്റ്റമറിന് കൊടുക്കണമല്ലോ നമ്മൾ വണ്ടി. ഇതെല്ലാം നമ്മൾ എടുത്തിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതാ ചോദിച്ചത്. നമ്മൾ നെഗോഷ്യബിൾ ആണ്. അത് തന്നെ. നല്ല രീതിയിലുണ്ടോ അതോ ചെറിയ തോതിലാണോ? ചെറിയ തോതിലൊക്കെ ചെയ്ത് കൊടുക്കാൻ നമുക്ക്. ചെറിയ തോതിൽ അതുപോലെ കസ്റ്റമർ അല്ലേ ഇത്. അവർക്ക് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്ത് കൊടുക്കുക. ചെറിയൊരു പൈസ നമ്മൾ എടുത്തിട്ടങ്ങ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് 2017 കിഡ് ഓട്ടോമാറ്റിക്കാണ്. ഇത് ഏകദേശം നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിന് തന്നെ വേണമെന്ന് പറഞ്ഞേക്കുക. വേണമെന്നല്ല, അവന് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന വണ്ടിയല്ലേ. പിന്നെ നമ്മൾ എടുത്തതേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കാണ്. ഇതിപ്പോൾ വെളിയിൽ കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കും? വെളിയിൽ കൊടുക്കുകയാണെങ്കിൽ 365 കൊടുക്കും. ആ റേഞ്ചിന് കൊടുക്കും. വെളിയിൽ നിന്ന് കൊടുക്കാനില്ല. ഇത് കൊടുത്ത് 3.5 രൂപയ്ക്ക് ഞാൻ കൊടുത്ത് ഫിക്സായി. 2022 വണ്ടി. എന്താ ഓടിയിട്ടുണ്ട്? ഇത് 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. 2 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാനും കൊള്ളാം. 10,000 കിലോമീറ്ററിലേ ഓടിയുള്ളൂ. അതുകൊണ്ട് പിന്നെ വേറെ രീതി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ടയേഴ്സൊക്കെ ഫസ്റ്റ് ടയറാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം
4,10,000 ചോദിക്കുന്നത് 4 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. ഈ ഓൾട്ടോ അത്രയുണ്ടോ? ഇത് 22 വണ്ടിയാണ്. ഇതൊക്കെ ഇതിൻ്റെ കൂടെയുള്ള 2 വണ്ടി ഉണ്ടായിരുന്നു, അത് രണ്ടും കൊടുത്ത് അത് ഈ റേഞ്ചിനാണ് കൊടുത്തത്. 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയില്ല. ഓൾട്ടോ ഇനി ഇപ്പോൾ കമ്പനി ഇല്ലത്. ഈ മോഡൽ നല്ല രസമുള്ള വണ്ടിയല്ലേ, നല്ല മൈലേജും കിട്ടുന്നൊരു വണ്ടിയാണ്. 2020. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ. ഫസ്റ്റ് ടയറാണ്. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ ഫസ്റ്റ് ഓണറാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ മാത്രം ഒരു സ്ക്രാച്ച് ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഫ്രണ്ടിലാ? ഇവിടെ മാത്രം ഒരു സ്ക്രാച്ച് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അതാണ് ഇത്രയും വണ്ടികളിൽ ഉള്ള സ്ക്രാച്ചസ്. നമ്മൾ ചെയ്തിട്ടില്ല. അല്ല, എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 5,10. 5,10. നെഗോഷ്യബിളാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വലിയ കുഴപ്പമെന്ന് പറയാൻ ആ ഒരു പൊട്ട് സാധനമേ ഉള്ളൂ. ഇത് 2021 ഡിസംബർ 21. മാസം വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ. ഈ കിലോമീറ്റർ ജെന്യൂൻ ആണോ? ഇത്രയെല്ലാം ജെന്യൂനാണ്. അല്ല, ഈ വർഷം എത്ര ഓടിയില്ലേ? ഈ 2021 7 മാസം വണ്ടി ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. നമ്മൾ വണ്ടി കാണുമ്പോഴത്തേക്കും, വണ്ടിയുടെ അകം നോക്കുമ്പോഴത്തേക്കും എല്ലാം അറിഞ്ഞൂടെ നിങ്ങൾക്ക്. യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾ കാണുമ്പോഴത്തേക്ക് അറിയാമല്ലോ കൂടുതൽ. പിന്നെ അതുമല്ല സിംഗിൾ ഓണർ വണ്ടിയല്ലേ. അതെ. പിന്നെ നമ്മൾ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ, അന്നേരം കസ്റ്റമറിനും അതുപോലെ നമുക്ക് കൊടുക്കണ്ടേ. തീർച്ചയായും. അല്ലാതെ ഒരുപാട് ഓടിത്തള്ളുന്നതോ എടുത്തതോ ഒന്നുള്ള വണ്ടി എടുക്കൂല ഇവിടെ. നമ്മളെ സ്ഥാപനം അങ്ങനല്ലേ. അങ്ങനെ ഒരു രീതിയിലുള്ള വണ്ടികൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. ഞാൻ കൊടുത്തിട്ടുള്ള കസ്റ്റമറുടെ അടുത്തൊക്കെ പിന്നെ തിരക്കുമ്പോൾ തന്നെ നല്ലോണം അറിയാം. അത് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ചില ആൾക്കാർ പറയും നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്, നല്ല ഷോപ്പാണ്, കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ കൊടുക്കൂ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 7,500 രൂപ നമ്മൾ ചോദിക്കുന്നത് നെഗോഷ്യബിളാണ്. ഇത് 2022. എന്താ ഓടിയിട്ടുണ്ട്? ഇത് 2022 വണ്ടി പിന്നെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 15,000 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 14,000 തോന്നുന്നു. ഫസ്റ്റ് ടയർ. ഓണർഷിപ്പ് ഫസ്റ്റ് തന്നെ? ഫസ്റ്റ് ഓണർ. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. ഹലോ, വണ്ടിക്കകം സ്കഡിങ് എല്ലാം ചെയ്തിട്ടുണ്ട് 4 സൈഡും. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്ക് എടുത്തിട്ടുണ്ടല്ലേ? എത്ര ചോദിക്കുന്നത്? എത്രയാ ഇത് വരുമ്പോഴത്തേക്ക്? 7,500 രൂപ. 7,500. ലാസ്റ്റ് പ്രൈസ് ആണോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് പറയുന്നത്. കസ്റ്റമറിന് നമ്മൾ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്ത് കൊടുക്കും. അതല്ല, വില വീഡിയോയിൽ നിന്ന് കുറച്ച് പറ. ഇത് കൂടുതൽ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പറയില്ല. അങ്ങനെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെ പറയുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് 2016 വണ്ടി. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. ടയർ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 35,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. അതെ. 5,400 വില. 5,400 വില. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നുമില്ല, മാനുവലാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ടയേഴ്സും ഒക്കെ നല്ല രീതിയിലുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. 5,400 ചോദിക്കുന്നു. 2012 സണ്ണിക്കുട്ടൻ സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓടി? സെക്കൻഡ് ഓണർ. ഇത് 72,000 കിലോമീറ്റർ. ഡീസലാണേ. കൊണ്ടുവന്നതേ ഉള്ളു. ഇച്ചിരി വർക്കുണ്ട്. വർക്കെന്ന് പറഞ്ഞാൽ സീറ്റൊക്കെ ഇന്ത്യയിലൊക്കെ ചെയ്യാനുണ്ട്. ഈ 72 ഓടിയൻ്റെ പേരിലെങ്കിൽ ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡീസൽ വണ്ടിയാണ്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല, ഈ 72 ഓടിയൻ്റെ പേരിലെങ്കിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോന്നേ? ഒരു കംപ്ലൈൻറ്റും ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. സീറ്റ് കവറിലെല്ലാം അഴുക്കുണ്ട്, അതൊക്കെ മാറ്റി നമ്മൾ ക്ലിയർ ചെയ്യും. ടയറൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് പിന്നെ 3,500 ചോദിക്കുന്നു. 3,400 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 3,400 ലാസ്റ്റ് പ്രൈസ്. മൈലേജ് എന്താണ്? ഡീസൽ 20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ അല്ലേ? ഇത് 2020 എർട്ടിക VXi വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 11 മാസം വണ്ടിയാണ് കേട്ടോ. 2020 11 മാസം വണ്ടിയാണ് കേട്ടോ. കിലോമീറ്റർ ഒക്കെ എന്തോടി? ഇത് 48 കിലോമീറ്റർ. സെക്കൻഡ് ടയേഴ്സ് ആണ്. അപ്പോൾ വണ്ടിക്കകം ഒക്കെ കൊള്ളാം. മാനുവൽ ആണല്ലേ? പെട്രോൾ അല്ലേ? പെട്രോൾ ഹൈബ്രിഡ് പെട്രോൾ. വേരിയൻ്റ് ഏതാ? VXi. എല്ലാം നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇത് കമ്പനിയിൽ വന്ന തന്നെ ആ സീറ്റ് തന്നെ അല്ലേ? പ്രത്യേകം സീറ്റ് കവേഴ്സ് ആയിട്ട് ഇട്ടല്ലേ? സീറ്റ് കവർ ചെയ്തിട്ടില്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല നീറ്റ്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് ഉണ്ട്.
48 ഓടിയില്ലേ, ഫസ്റ്റ് ടയർ. ഫസ്റ്റ് ടയറാണല്ലേ? ഞാൻ ഫ്രണ്ട് കണ്ടപ്പോൾ ഞാൻ വെച്ച് സെക്കൻഡ് ടയേഴ്സാണ്. ഫസ്റ്റ് ടയർ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 9.5 ലക്ഷം രൂപ. 9.5 ലക്ഷം. നെഗോഷ്യബിൾ ആണ്. ആർക്ക് നമുക്ക് എന്താ വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. വില കേട്ടിട്ട് താല്പര്യമുള്ള വണ്ടി ഏതാന്ന് നോക്കി അത് നമ്മളെ വിളിച്ച് തിരക്കിയാൽ അപ്പോൾ നമ്മൾ ഏകദേശം കൊടുക്കാൻ പോകുന്ന ഒരു പ്രൈസ് പറയും തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മളൊരു ചോദ്യം എന്ന രീതിയിൽ ചോദിക്കുന്ന വിലകളാണ്. അതെ. ഓക്കെ. എല്ലാ വണ്ടി അങ്ങനെ ചെയ്യുമല്ല. എല്ലാ കസ്റ്റമറും നമ്മൾ ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം നമ്മളെ പറ്റി. അത്രയും ജെന്യൂനായിട്ടുള്ള വണ്ടി നല്ലത് മാത്രം നമ്മൾ കൊടുക്കുക. കസ്റ്റമറല്ലേ നമ്മളെല്ലാം. അവർ കൊടുക്കുന്ന സാധനം 100% ആയിരിക്കും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടീസ്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കിലോമീറ്റേഴ്സ് വളരെയധികം കുറഞ്ഞ് 4000 കിലോമീറ്റർ ഓടിയ വണ്ടികൾ കിടക്കുന്നത്. അമ്മാതിരി പുതുപുത്തൻ വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത്. അപ്പോൾ പുത്തൻ വണ്ടി എടുക്കാൻ പറ്റാത്തവർക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് പുത്തൻ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ വരാം. അപ്പം ഇപ്പോൾ പ്രൈസ് ചോദിക്കുന്ന ചേട്ടൻ പറഞ്ഞാൽ ഒരുപാട് താത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ബാർഗനിങ് വന്നാൽ വമ്പൻ നഷ്ടം വരും. അപ്പോൾ അതിന് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടേതായ പ്രൈസ് പറയുന്നുണ്ട്. പ്രൈസ് കേട്ടിട്ട് ആരും ഞെട്ടണ്ട. പ്രൈസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഞെട്ടണ്ട. അത് നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ വിലയിൽ വ്യത്യാസങ്ങൾ വരും. പക്ഷേ ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ ആറാടാൻ നിൽക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് ഞെട്ടുന്നതിന് മുമ്പേ ആദ്യം നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ച്, നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പോഴും നിങ്ങൾക്ക് ദഹിക്കുന്ന ഒരു വിലയല്ല പുള്ളിക്കാരൻ തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ചെയ്തോ. പക്ഷെ അല്ലാത്ത പക്ഷം വില അത് എന്തായാലും വരും. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ കമൻസ് ആയിട്ട് വരുന്ന ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല വലുതും ചെറുതും തീരെ ചെറുതില്ലായിരുന്നു, എന്നാലും അങ്ങനെയുള്ള എല്ലാ വണ്ടികളും. പിന്നെ ഞാൻ ആ ഫ്രണ്ടിൽ കിടന്ന ഒരു സ്വിഫ്റ്റ് വാഗണർ അതിൻ്റെ ഇത് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ആ വോൾട്ടേജ് സ്വിഫ്റ്റ് അടച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് അത് കസ്റ്റമറിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം കച്ചവടക്കാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് അതങ്ങനെ ഞാൻ വിശാലമായിട്ട് കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കി വണ്ടിയെല്ലാം നല്ലപോലെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.